ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എനിക്ക് ഇമോജി ഇട്ടത് എനിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങളെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്നൊക്കെ പറയുന്നത് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പ്രണയം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പ്രണയത്തിന്റെ രാജകുമാരിയാണെന്നാണ് എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തന്നു. നമുക്ക് പിന്നെ ഒന്നും പറയേണ്ടതില്ല. ഒരു രതി ആഘോഷത്തിന്റെ ദിവസമാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന്, സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എഴുതിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ? അതെ, ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം ഞാൻ രജനീഷിന്റെ ഇന്റർവ്യൂ കാണുന്ന ഒരാളാണ്. ശരിക്കും നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, അത് ഉറങ്ങണ്ട എന്ന് പറയുന്നത് അത് ഉടലിന്റെ ആഘോഷം എന്നുള്ളതിനെ മാത്രമല്ല കേട്ടോ അത് പറയുന്നത്. ഇത്ര സമയമല്ലേ കൂടെയുള്ളൂ, ആ സമയം കണ്ടിരിക്കുന്നതിന് പോലും ഒരു ഭംഗിയുണ്ട്. ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഈ ഒരു പകല് ഉറങ്ങാതിരുന്നാൽ പോലും അതിനുശേഷം നമുക്ക് ഉറങ്ങാലോ. എൻ്റെ ശരീരത്തോട് കാണിച്ചത് അതിക്രമമായിരുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആജീവനാന്തകാല ട്രോമയിലേക്ക് വീണു പോവാണ്. ഈ പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന പ്രായത്തിൽ മില്ലിൽ അരി പൊടിക്കാൻ പോയപ്പോൾ മില്ലുകാരൻ ഇടത്തെ മാറിന് നേരെ വിരൽ തൊട്ട് ഉടുപ്പിന്റെ വലതു ഭാഗത്തെ പൂവന്ത ഇടതു ഭാഗത്തില്ലാത്തതെന്ന് ചോദിച്ചത്. പരീക്ഷാക്കാലത്ത് പഠിക്കാൻ റബ്ബർ തോട്ടത്തിൽ പോയിരുന്നപ്പോൾ കൂട്ടുകാരിയുടെ അച്ഛൻ അടുത്ത് വന്ന് തുടയിൽ കൈ അമർത്തിയത്. ടൗണിലെ ആൾത്തിരക്കില്ലാത്ത പാതകളിൽ കുറുകെ ചാടി വീണ് പല നിറങ്ങളിൽ കോണ്ടം അണിയിച്ച ലിംഗം കാണിച്ചവർ. സ്വന്തം അമ്മ അപ്പുറത്ത് കിടക്കുമ്പോൾ പോലും ചെവി കേൾക്കാത്ത അമ്മയായതുകൊണ്ട് ഈ കുഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത് രാത്രി അമ്മ കേൾക്കുന്നില്ല. പാള കീറുന്ന ഒച്ചത്തിൽ എൻ്റെ പുറത്ത് വീഴുന്ന ഒരു അടിയുടെ ശബ്ദമുണ്ട്. വിധേയത്വമുള്ള ഒരു നായയായിട്ട് സ്നേഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ പരാജയം അതാണ്. മറ്റേ പെൺകുട്ടി ഉപേക്ഷിച്ചു പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി മുൻപോട്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വീഴുന്നത് ചോരയാണ്. വാക്കുകൾ കൊണ്ടായാലും കെട്ടിപ്പിടിക്കാൻ പറ്റില്ലേ മനുഷ്യർക്ക്? അതുകൊണ്ടല്ലേ കൂടെ എന്ന വാക്ക് കേൾക്കുമ്പം മനുഷ്യന് ഇല്ലാത്ത ഊർജം വരുന്നത് എന്തുകൊണ്ടാ? The flavor of India, packed with love. Firas Spices. ഹണി ഭാസ്കറാണ് നമുക്കിപ്പോൾ. ഹായ് ഹണി. ഹായ്. ഹണി എന്ന് പറയുന്ന മധുരമുള്ള പേരാണ്, പക്ഷേ വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഭയങ്കര കാര്യരുമ്പിൻ്റെ ഇല്ലെങ്കിൽ തീയൊക്കെ ആയിട്ട് മാറുന്നുണ്ട് ഹണി. എൻ്റെ കയ്യിൽ 2-3 പുസ്തകങ്ങളുണ്ട്. പുസ്തകം 4 ഉണ്ട്. കാമനകളുടെ മാനിഫെസ്റ്റോയും, അവിശുദ്ധ മുറിവുകൾ, ഉടൽ രാഷ്ട്രീയം, താലന്ത്. ഞാൻ ഈ 3 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ ഒരു പുസ്തകം കൂടെ വായിക്കാനുണ്ട്, ഉടൽ രാഷ്ട്രീയം. നോവലാണ്. നോവലുകൾ വായിക്കുന്ന പൊതു സ്വഭാവം ഇല്ല, എങ്കിലും ഹണിയെ കാണുന്നതിന് മുമ്പ് വായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മറ്റു പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അത് തന്നെ മതി, എനിക്ക് ഹണിയോട് സംസാരിക്കണമെന്ന് തോന്നി. അത്രയ്ക്കും അനുഭവങ്ങളുള്ള പുസ്തകങ്ങളാണ്. അനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. ഈ ഞങ്ങളുടെയൊക്കെ ഇമോജി സ്വാതന്ത്ര്യത്തെയാണ് ശരിക്കും ഹണി ഹനിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയത്തെ ലളിതമാക്കുന്നതല്ല, പക്ഷെ അങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണല്ലോ ആദ്യം ഞാൻ ഈ വിഷയം പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ തന്നെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് രാഹുൽ വേറൊരു രാഷ്ട്രീയത്തിൽപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളാണ്. രാഹുൽ നേരെ തിരിച്ചാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നതോ അയാൾ എനിക്ക് ഇമോജി അയച്ചതോ ഒന്നുമല്ല പ്രശ്നം എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപേ വരെ എനിക്ക് രാഹുലിനോട് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം എന്നോട് സംസാരിക്കാൻ വന്നത്, എനിക്ക് പ്രശ്നമാവുന്നത് കൃത്യം 2 ദിവസം മുൻപ് യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അവരെന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോഴാണ് രാഹുൽ എന്തിനാണ് എന്നോട് ചാറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോജി അയച്ചൊരു കോൺവെർസേഷൻ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പം ഞാൻ അറിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സർക്കിളിൽ, ആ സർക്കിൾ എന്നോട് കണക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സർക്കിളാണല്ലോ. അപ്പോൾ ആ ഒരു സർക്കിളിൽ ഇരുന്നിട്ട് ആ ചാറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ മോശം കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാവുന്നത്. കാരണം രാഹുൽ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചാറ്റ് ചെയ്യുന്നു. ഒരു വെളുത്ത ഹൃദയം എൻ്റെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് തരുന്നു. ഞാൻ അതിനെ ആര് ചെയ്താലും, അത് കോൺഗ്രസ്സുകാരൻ എന്നല്ല BJP-കാരനായാലും അതിനെയൊന്നും മോശമായിട്ട് കാണുകയോ അതുകൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഇമോജികളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ കാരണം ഞാൻ കൃത്യമായി പറയാമെന്ന് വിചാരിക്കുന്നത്.
അപ്പം ആള് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം പിന്നെ കോൺവെർസേഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ശ്രീലങ്കയിൽ നടത്തിയ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആളെന്നോട് പറയുന്നുണ്ട്, ഞാൻ ശ്രീലങ്കയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ്, റോഡുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ ഞാൻ അതിനെ റിപ്ലൈ ചെയ്യുന്നു. പക്ഷേ പുള്ളിയുടെ സർക്കിളിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളായി. ഞങ്ങൾക്കിടയിൽ മെസ്സേജ് ചെയ്യുന്നത് പതിവാണ് എന്നുള്ള ഒരു രീതിയിലാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് അന്നാണ്, ജൂൺ 9. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 10-ാം തീയതി രാവിലെ ഞാനൊരു മെസ്സേജ് കാണുന്നുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എൻ്റെ ചെയ്യുകയാണ്. പക്ഷേ പുള്ളി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ ആരായി? അദ്ദേഹത്തിൻ്റെ പത്രാസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരമായിട്ടുള്ള വളർച്ചയൊക്കെ മുൻപിൽ കണ്ട് അതിൽ നമുക്ക് ആകൃഷ്ടയായിട്ട് അങ്ങോട്ട് പോയി സംസാരിച്ച ഒരാൾ, അതേ ഒരു കാരണം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്ന ഒരാൾ, അതിലും വൃത്തികേടായിട്ട് അശ്ലീലമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിസരത്ത് വേറെ ആളുകളുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ്, ഹണി ഭാസ്കറിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു സോഷ്യൽ ഡാമേജ് ഉണ്ട്. ആ ഡാമേജിനെയാണ് സത്യത്തിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യം ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ ഇപ്പൊ വന്നിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോജി അയച്ചു എന്നൊക്കെ പറയുന്ന ഒരു സാധനം തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിചാരിച്ചു ഈ കോൺടെസ്റ്റിൽ ഇവിടെ ഇത് ഹണി പറയണ്ടായിരുന്നു. കാരണം വേറൊരു കോൺടെസ്റ്റിൽ ഇത് വീണ്ടും വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതം പോലെ ആ സമയത്ത് എന്നെ ഹണിയും കൂടെ പറയുന്നു, എന്നോട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഹണി പറയുമ്പോൾ ഞാൻ ഹണിയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയം തോന്നി. അയ്യോ, ഹണി ഇതിപ്പോൾ ചെയ്യണമായിരുന്നു എന്ന് എനിക്കൊരു ആശങ്ക തോന്നി. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ എനിക്കും സ്ട്രോങ് ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ആണ്, അയാളോട് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഒരു ഇമോജി പോലുള്ള കാര്യങ്ങളിലൊക്കെ അല്ലേ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തന്നെ ഹണിയോടൊരു ഇഷ്ടം തോന്നിയാൽ ഞാനും ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഇഷ്ടം എങ്ങനെയെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കണമല്ലോ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാമുകന്മാരുടെ ആത്മവിശ്വാസം തന്നെ ഹണി കെടുത്തിക്കളയുന്ന രീതിയിലാണ് ഇമോജികളുടെ ഉപയോഗത്തിൽ തന്നെ ഒരു പ്രശ്നം. ആ ധാരണ തെറ്റാണ് ശരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എനിക്ക് ഇമോജി ഇട്ടത് എനിക്കൊരു പ്രശ്നമേ അല്ല. അയാൾ എന്നോട് ഇനീഷ്യേറ്റീവ് എടുത്ത് മിണ്ടാൻ വന്നതും എനിക്ക് പ്രശ്നമേ ഇല്ല. ആ 2 ദിവസം മുൻപേ വരെ, ഇപ്പം അതിന് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് മുന്നേ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ രാഹുലിനെതിരെ എഴുതിയിട്ടില്ല. കാരണം എനിക്കതിൽ ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ എന്നോട് സംസാരിക്കാൻ വന്നത് പബ്ലിക്കിൻ്റെ മുൻപിൽ ഇടണമായിരുന്നുവെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്തൊക്കെ എനിക്കിത് പോസിബിൾ ആയിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനോ ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണാനോ ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. എനിക്ക് പ്രശ്നമായത് വെറും 2 ദിവസം മുൻപെയാണ്. അതുകൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുന്നത് ഒരു തെറ്റായ വായന മാത്രമാണ്. ഞാൻ ആളുകൾ ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ടോ എന്ന് പോലും. കാരണം ഞാനിത് രാഹുലിന് എഴുതട്ടെ എന്ന് വേറെ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് എഴുതുകയോ അങ്ങനെയൊന്നും ചെയ്ത ഒരു കാര്യമല്ല. ആളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ തലേ ദിവസം റിനി വെളിപ്പെടുത്തൽ നടത്തുന്നു. അപ്പോൾ ഇതെന്നെ കയറി ട്രിഗർ ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാനിരിക്കുന്ന, കാരണം 2 ദിവസത്തിന്റെ ഗ്യാപ്പാണല്ലോ. തലേ ദിവസം ഞാൻ അറിയുന്നു, പിറ്റേ ദിവസമാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. റിനിയുടെ ആരോപണം വരുന്നത് തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാനുള്ള നേരം കിട്ടിയില്ല എന്നുള്ള ആ ഒരു, ഞാൻ പറഞ്ഞത് ആ ദിവസത്തിന്റെ ഗ്യാപ്പ് വന്നത് പോലും എനിക്കത് എഴുതാനുള്ളൊരു സാവകാശം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അതൊരിക്കലും രാഷ്ട്രീയ പ്രേരിതമല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് മനുഷ്യരോട് ഇഷ്ടം തോന്നും, പ്രണയം തോന്നും. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രകടിപ്പിക്കുക. രാഹുൽ അങ്ങനെയുമല്ല എന്നോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതൊരു മോശമായിട്ടാണ് അയാളത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ കോൺവെർസേഷൻ വളരെ ഹെൽത്തി ആയിരുന്നു. അത്തരം ഹെൽത്തി ആയിട്ടൊരു കോൺവെർസേഷൻ മറ്റൊരു വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ള ഒരാളുടെ അടുത്ത് നടത്തിയിട്ട് പോലും, അങ്ങനെ ഒരാളെക്കുറിച്ച് പോലും രാഹുലിൻ്റെ സർക്കിളിൽ ഇത്രയും മോശമായിട്ടാണ് പറയുന്നതെങ്കിൽ, ഇത്രയും സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ പലരും എന്തുകൊണ്ട് രാഹുലിൻ്റെ പേര് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊരു ഉത്തരമുണ്ട്. ഇവർക്കൊക്കെ ഇത്തരത്തിൽ ഭയങ്ങൾ ഉണ്ടാവില്ലേ?